CBI ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ജോലി അവസരങ്ങളാണ് അവർക്ക് CBIയിൽ വരുന്നത്? സെൻട്രൽ ലെവലില് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു എൻട്രി. ഒരുപാട് നാളായിട്ട് നമുക്ക് കുറെ കാൻഡിഡേറ്റ്സിന്റെ ഇടയ്ക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ് ഈ ഇൻകം ടാക്സ് എന്താണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻകം ടാക്സിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ജോലി അവസരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CBI. അപ്പോൾ CBIയുടെ ഡിപ്പാർട്ട്മെന്റിൽ എസ്പെഷ്യലി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് CBI ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ജോലി അവസരങ്ങളാണ് അവർക്ക് CBIയിൽ വരുന്നത്? സിമിലർലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിമാൻഡിങ് എന്ന് പറയാൻ സാധിക്കും അതുപോലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. സോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഗ്രാജുവേറ്റ്സിന്റെ ജോലി അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കുറെ കോമൺ ഡൗട്ട്സ് ഉണ്ട് ജോബ് ആസ്പിറൻസിന്റെ ഇടയിൽ. സോ അതെല്ലാം ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. എസ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അവസരങ്ങളാണ്. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലെ കോണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു CBI ഓഫീസർ ആകാം എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ CBI ഓഫീസറിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു. സോ അത് കാണാൻ ആഗ്രഹമുള്ളവരെ ജസ്റ്റ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. യു ക്യാൻ ഗെറ്റ് ദാറ്റ് കോണ്ടന്റ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ അബൌട്ട് എക്സൈസ് ഇൻസ്പെക്ടർ. ഓക്കെ, വളരെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ വരുന്ന ഒരു പോസ്റ്റ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കുറെ ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ എക്സൈസ് ഇൻസ്പെക്ടർ എന്താണ്. എസ്പെഷ്യലി റെയ്ഡുകളുടെ ഒക്കെ സമയത്ത് എന്താ പറയാ, കുറച്ച് പേര് വന്നിട്ട് വി ആർ ഫ്രം ഇൻകം ടാക്സ് അല്ലെങ്കിൽ കസ്റ്റംസ് എന്നാന്ന് പറയും അല്ലെ, റെയ്ഡ് പ്രോസസ്സിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് കമ്പനീസിന്റെ എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി GST ഫയലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആണ്. സോ അതിലേക്കൊക്കെ നമുക്ക് വരാം. ബിഫോർ ദാറ്റ് നമുക്ക് ഓവറോൾ ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ജോബ് റോൾ എന്താന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യം നോക്കാം. സോ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റ് ആണ്. എസ്പെഷ്യലി സെൻട്രൽ ലെവലില് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് എക്സൈസ് ഇൻസ്പെക്ടറിലേക്ക് എത്തിപ്പെടുക? എസ്പെഷ്യലി ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോസ്റ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണം. മിനിമം ഗ്രാജുവേഷൻ ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. സോ ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. ഡിഗ്രി പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ പറ്റുള്ളൂ. സോ ഇനി അടുത്തത് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളൊരു കാര്യം. എക്സൈസ് ഇൻസ്പെക്ടേഴ്സിന് ആഫ്റ്റർ സെലക്ഷൻ പോസ്റ്റ് സെലക്ഷന് ശേഷം കുറച്ച് ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനു മുൻപ് എങ്ങനെയാണ് ഇൻസൈഡ് സെലക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ത്രൂ ആണ് എക്സൈസ് ഇൻസ്പെക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കേന്ദ്ര സർവീസിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വിവിധ റിക്രൂട്ട്മെന്റുകൾ, അത് 3 തലത്തിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് 10th ലെവൽ, അതായത് 10ാം ക്ലാസ് യോഗ്യത വരുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പോസ്റ്റുകളെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ആ പരീക്ഷയുടെ പേരാണ് SSC MTS. SSC MTS ഒരു പരീക്ഷ മാത്രമാണ്, പക്ഷേ 10th ലെവലിൽ വരുന്ന വേറെ പരീക്ഷകളും ഉണ്ട്. SSC GD കോൺസ്റ്റബിൾ 10ാം ക്ലാസ് യോഗ്യതയോടുകൂടി കേന്ദ്ര സർവീസിലെ ഫോഴ്സിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അതിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഇനി അടുത്തത് നമ്മളൊരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 യോഗ്യത നോക്കുകയാണെങ്കിൽ SSC CHSലാണ് മറ്റൊരു തലത്തിൽ നടക്കുന്ന പരീക്ഷ. ആൻഡ് 3ാമത്തെ തലത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത് അത് ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ടാണ് SSC CHSലാണ്. സോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സൈസ് ഇൻസ്പെക്ടർ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം യോഗ്യത എന്താണ്? ഡിഗ്രിയാണ്. സോ നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷ വേണം എഴുതാൻ. അത് കേന്ദ്ര സർവീസിലെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷ നടത്തുന്നത് ആരാണ്? SSC ആണ്. SSC എന്ന് വെച്ചാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ആ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയുടെ പേരാണ് SSC CHSL എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് SSC CGL എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. CGL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. CGL മീൻസ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നാണ് നമ്മൾ CGL പറയുന്നത്.
ഓക്കെ, ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് കേന്ദ്ര സർവീസിൽ 3 തലത്തിലായിട്ട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഒട്ടനവധി പോസ്റ്റുകളാണ്. നിങ്ങൾ ഈ കേട്ട 1-2 പോസ്റ്റുകളൊന്നും അല്ല, അനവധി പോസ്റ്റുകളാണ് ഈ ഓരോ ലെവലിലും ആയിട്ട് വരുന്നത്, കവറപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ. സോ അതില് എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ CGL പരീക്ഷയാണ് എഴുതേണ്ടത്. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ടായിരിക്കും പരീക്ഷകളെല്ലാം നടക്കുന്നത്. ഒരു വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ട്, നമുക്കിപ്പോൾ അറിയാം 2024 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അല്ലെ. സോ ഈ 2024 തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2024ലേക്കുള്ള കലണ്ടർ റിലീസ് ചെയ്തു കഴിഞ്ഞു. ആ കലണ്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2024 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളും ആ കലണ്ടറിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് ഒരു റിക്രൂട്ട്മെന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CGLന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഏത് മാസത്തിൽ വരും എന്ന് വരെ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഏകദേശം ഏത് മാസത്തിലായിട്ട് അതിന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കും, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കലണ്ടറിലുണ്ട്. മാത്രവുമല്ല, ആ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റുകൾ അനുസൃതമായിട്ട് തന്നെയായിരിക്കും SSC റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം നടത്തിപ്പോകുന്നത്. ഇതുവഴിയുള്ള ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എസ്പെഷ്യലി ജോബ് ആസ്പിറൻസ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ഒക്കെ ആസ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആ ഒരു കലണ്ടർ അനുസരിച്ച് അവരുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇപ്പൊ CGLന്റെ പരീക്ഷ ഉണ്ടാവും. അപ്പൊ ഏകദേശം ഇത്ര മാസങ്ങളാണ് മുൻപിലുള്ളത്. അതനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ജൂൺ ജൂലൈ മാസത്തിലായിട്ട് വരും. അതനുസരിച്ചിട്ട് അവരുടെ പ്രിപ്പറേഷൻ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി ദിവസങ്ങൾ എണ്ണി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സിലബസും കവറപ്പ് ചെയ്ത് അങ്ങനെ പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കലണ്ടർ പറഞ്ഞു, ഓൾറെഡി റിലീസ്ഡ് ആണ്. ഈ കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ആവാൻ എഴുതേണ്ട പരീക്ഷയാണ് CGL. ആ CGLന്റെ നോട്ടിഫിക്കേഷൻ SSC പറയുന്നത് ജൂൺ മാസത്തിൽ വരും എന്നാണ്. 11th ജൂണിന് CGLന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. 10th ജൂലൈ വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പരീക്ഷ 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഏകദേശം നിങ്ങളുടെ മുൻപിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പീരീഡ് ആണ്. 8-9 മാസം സമയമുണ്ട്. CGL പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അത്രയും സമയം വേണം. കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ് എന്നും പറഞ്ഞ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമോ ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എക്സാമോ ഒന്നുമല്ല. ഒരുപാട് കാൻഡിഡേറ്റ്സ് ക്രാക്ക് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നോർത്തിൽ നിന്നിട്ട് ക്രാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ CGLനെ കുറിച്ചിട്ട് പ്രോപ്പർ അവയർനെസ് ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഇപ്പൊ നല്ല രീതിയിൽ അവയർനെസ് ആയി വരുന്നുണ്ട്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മുടെ ചാനൽ തന്നെയാണെന്ന് പറയാം. നമ്മൾ അതുപോലെ അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഓരോ പോസ്റ്റ് വൈസ് ആണെങ്കിലും അതുപോലെ ഓരോ എക്സാം വൈസ് ആണെങ്കിലും. അപ്പൊ ഇതുവഴി ഒരുപാട് കാൻഡിഡേറ്റ്സ് ആണ്, എസ്പെഷ്യലി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ അറിയുകയും അവര് അപേക്ഷ സമർപ്പിക്കുകയും അതിലേക്ക് പ്രിപ്പറേഷനിൽ ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 21 lakhs കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. നല്ല രീതിയിൽ വേക്കൻസി ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ് SSC CGL എന്ന് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റഡി പ്ലാനോടുകൂടി ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി സിലബസ് കവർ ചെയ്തും പ്രാക്ടീസും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ. ഇത് CGLന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ എല്ലാ വർഷവും വരുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഒരു പെർട്ടിക്കുലർ പേജ് ആണ് എടുത്തിരിക്കുന്നത്. സാലറി റേഞ്ച് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. പേ ലെവൽ 7 ഈ എക്സൈസ് ഇൻസ്പെക്ടറുടെ സാലറി വരുന്നത്, റൈറ്റ്? 44,000 തുടങ്ങി 1,42,400. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറിയാണ്. ഹൈ സാലറി കിട്ടുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല സാലറിയുടെ 46% ഡിയറൻസ് അലവൻസ് കിട്ടുന്ന ഒരു ജോലിയും കൂടെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയാൻ സാധിക്കും. ഇതിൽ സീരിയൽ നമ്പർ 11 നിങ്ങൾ നോക്കുക, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പോസ്റ്റ് CGL ത്രൂ ആണ് നടക്കുന്നത്. ഈ CGL എക്സാമിനേഷനെ നമ്മൾ മിനി സിവിൽ സർവീസ് എന്നും പറയാറുണ്ട്. ഓക്കെ, UPSC കഴിഞ്ഞ് പിന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിൽ വരുന്ന അതുപോലെ റെപ്യൂട്ടേഷൻ ഉള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഉള്ളത് SSC CGLന്റെ ത്രൂ ആണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ CGL പരീക്ഷയുടെ അണ്ടറിലാണെന്ന് പറയാം. ഓക്കെ, സോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് CBICയുടെ കീഴിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നത്. ഇതൊരു ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ഇതിന്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 30 വയസ്സിൽ കൂടുതൽ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്.
വിതിൻ 30 ഇയേഴ്സ് ആയിരിക്കണം, 30 വയസ്സ് വരെ ആകാം. എന്നിരുന്നാലും ഏജ് റിലാക്സേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണല്ലോ CGL പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. സോ എക്സൈസ് ഇൻസ്പെക്ടർ ആവാനുള്ള CGL പരീക്ഷയുടെ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാറ്റഗറിക്ക് 5 വർഷമാണ് റിലാക്സേഷൻ വരുന്നത്. അപ്പൊ ഈ 30 വയസ്സെന്നുള്ളത് 35 വയസ്സ് വരെയാവും. അതേസമയം OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. സോ ഈ ഒരു 3 ഇയർ എന്ന് പറയുമ്പോൾ 30 എന്നുള്ളത് 33 ഇയർ വരെ ഒരു OBC നോൺ ക്രീമി ലെയർ കാറ്റഗറി കാൻഡിഡേറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ PWD കാറ്റഗറി കാൻഡിഡേറ്റിന് നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും. PWD തന്നെ OBC പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 13 വർഷം, PWD SC/ST ആണെങ്കിൽ എത്ര വർഷം വരും? 15 വർഷം വരെ റിലാക്സേഷൻ കിട്ടും. അതുപോലെ എക്സ് സർവീസ്മാനും ഒക്കെ റിലാക്സേഷൻസ് ഉണ്ട്. സോ ഏജിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സൈസ് ഇൻസ്പെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് SSC CGL ത്രൂ ആണ്. 2 സ്റ്റേജ് ആണ്. നമുക്ക് ആദ്യം ഒരു ടയർ 1 എക്സാമിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പ്രിലിംസ് എന്ന് പറയാൻ പറ്റും, പ്രിലിമിനറി എക്സാമിനേഷൻ. SSC ഡിസൈഡ് ചെയ്യുന്ന കട്ട് ഓഫോ അതിന് മുകളിൽ മാർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതാണ്. പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എക്സാം നിങ്ങൾക്ക് കാണും, മെയിൻസ് അല്ലെങ്കിൽ ടയർ 2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ 2 പരീക്ഷകളാണുള്ളത്. ഒന്ന് പ്രിലിമിനറി പരീക്ഷയും, പ്രിലിംസ് പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ്സായ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും മെയിൻസ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അതിൽ മെയിൻസ് പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നത് മാത്രമായിരിക്കും ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് പരിഗണിക്കുക. പ്രിലിമിനറി പരീക്ഷയിൽ നിങ്ങളുടെ മാർക്ക് സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കില്ല. പ്രിലിമിനറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലിമിനേഷൻ സ്റ്റേജ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കാൻഡിഡേറ്റ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാനുള്ള ഒരു സ്റ്റേജ് മാത്രമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻസ് ആണ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാജുവേഷൻ ആണ്. ഓക്കെ, ഏജ് ലിമിറ്റും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, 30 ഇയർ ആണ്. ഇനി PWD ഡിസബിലിറ്റി ഉള്ള ഏതൊക്കെ കാൻഡിഡേറ്റ്സ്, OA, OL, OAL, HH, അതായത് ഹീലിംഗ് ഹാൻഡിക്യാപ്സ്, അതുപോലെ തന്നെ one arm and leg, ഈ കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദോസ് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് കളർ ബ്ലൈൻഡ്നെസ്. സോ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 2 സ്റ്റേജിലാണ്. ഒന്ന് പ്രിലിമിനറി, ഒന്ന് മെയിൻസും. ഈ രണ്ട് പരീക്ഷകളും ഓൺലൈൻ പരീക്ഷകളാണ്, കമ്പ്യൂട്ടറിന്റെ മുൻപിലിരുന്ന് എഴുതേണ്ട പരീക്ഷകളാണ്. സോ നിങ്ങൾക്ക് ഈ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സെലക്ഷൻ പ്രോസസ് എസ്പെഷ്യലി ഞാൻ പറഞ്ഞു പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട് അല്ലെ. സോ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പരീക്ഷാ രീതി എന്താണ്, എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ്, എത്ര മണിക്കൂർ പരീക്ഷ കാണും, ഏതൊക്കെ വിഷയങ്ങളാണ്, അതിൽ ഓരോ വിഷയങ്ങളിൽ നിന്നും എത്ര ചോദ്യങ്ങൾ, എത്ര മാർക്ക്, ഓക്കെ, പരീക്ഷ എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. മെയിൻസ് പരീക്ഷയിലും ഇതുപോലെ തന്നെ എത്ര വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളിൽ നിന്നും എത്ര ചോദ്യങ്ങൾ, എത്ര മാർക്ക്, ടോട്ടൽ ടൈം ഡ്യൂറേഷൻ, പരീക്ഷ എങ്ങനെ ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെ പഠിക്കണം, അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം പ്രോസസ്. ഒബ്വിയസ്ലി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അതിലൊരു 80% SSC CGL തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം പ്രിലിമിനറി മെയിൻസും CGL ത്രൂ ആണ്. സോ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളുടെ കോണ്ടന്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ശില്പ മിസ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ ജാനുവരി 18-ാം തീയതി 7:15 നടക്കുന്നത് വൈകിട്ട്. സോ നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഈ വെബിനാർ വഴി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മിസ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സാധിക്കും. ഇറ്റ്സ് എ ലൈവ് സെഷൻ. സോ ഇത് ഫ്രീ വെബിനാർ ആണ്. ഇതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബിനാറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക ആൻഡ് ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, ആ എക്സാംസ് രണ്ടും കഴിഞ്ഞു അല്ലെ, പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. ഇനി എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അത് മെയിൽസ് കാൻഡിഡേറ്റിന് ഒരു രീതി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേറൊരു രീതിയിലാണ്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് ക്രൈറ്റീരിയാസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. മെയിൽസിന് ഹൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് മിനിമം 157.5 സെന്റിമീറ്റർ വേണം. ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെന്റിമീറ്റർ ആണ്. അൺഎക്സ്പാൻഡഡ് ആയിട്ടാണ് 81 സെന്റിമീറ്റർ എടുക്കുന്നത്. വിത്ത് എക്സ്പാൻഷൻ മിനിമം 5 സെന്റിമീറ്റേഴ്സും കൂടി ഇൻക്രിമെന്റ് ആകണം. അതായത് ഒരു മിനിമം 86 സെന്റിമീറ്റേഴ്സ് എങ്കിലും വിത്ത് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ
ഹൈറ്റും ചെസ്റ്റ് എക്സ്പാൻഷൻ, അതായത് ഇതൊരു ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരും. എനിവേസ് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും രണ്ടും ഫിസിക്കൽ ടെസ്റ്റിന് കീഴിൽ വരുന്നതാണ്. വാക്കിംഗ് ഉണ്ടായിരിക്കും, അതായത് 15 മിനിറ്റില് 1.6 കിലോമീറ്റർ നടത്തും. ഓക്കെ. സൈക്ലിംഗ് ഉണ്ടായിരിക്കും, അത് 30 മിനിറ്റ് കൊണ്ട് 8 കിലോമീറ്റർ സൈക്ലിംഗ് ആണ് എക്സൈസ് ഇൻസ്പെക്ടറിന് വരുന്നത്. ഓക്കെ. ഫിസിക്കൽ ടെസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നോക്കുവാണെങ്കിൽ ഹൈറ്റ് മിനിമം 152 സെന്റിമീറ്റർ വേണം. ഇവിടെ ചെസ്റ്റ് എക്സ്പാൻഷൻ അല്ല ഫീമെയിൽസിന് എടുക്കുന്നത്, വെയിറ്റ് ആണ്. മിനിമം 48 kg വെയിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി വാക്കിംഗ് നോക്കുവാണെങ്കിൽ 20 മിനിറ്റിൽ 1 കിലോമീറ്റർ ആണ്. സൈക്ലിംഗ് നോക്കുവാണെങ്കിൽ 20 മിനിറ്റിൽ 3 കിലോമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ സാലറി എത്ര ലഭിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാലറി റേഞ്ച്. എനിവേസ് നമ്മൾ 3 സിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എക്സ്, വൈ ആൻഡ് സെഡ്. 3 സിറ്റീസ്. എക്സ് സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈക്ക് ചെന്നൈ, ഡൽഹി, മുംബൈ പോലുള്ള സിറ്റീസിൽ ഏകദേശം നിങ്ങൾക്ക് അലവൻസസ് ഒക്കെ ഒഴിച്ച് ബാക്കി ഇൻ ഹാൻഡ് 79,000 ആണ് സാലറി ഉണ്ടാകുക. ഓക്കെ. വൈ സിറ്റി നോക്കുവാണെങ്കിൽ 75,000, സെഡ് സിറ്റി നോക്കുവാണെങ്കിൽ 68,500. സോറി, ഇൻക്ലൂഡിങ് അലവൻസസ് ആണ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ചില അലവൻസസ് എക്സെപ്ഷണൽ ആണ്. എല്ലാ അലവൻസസും കാൽക്കുലേറ്റഡ് അല്ല, ചില അലവൻസസ് എക്സെപ്ഷണൽ ആണ്. ലൈക്ക് മെഡിക്കൽ അലവൻസസ് അതെ അലോങ് വിത്ത് ദിസ്. സോ ഇതാണ് ഒരു സാലറി റേഞ്ച് വരുന്നത് ഫോർ എ ഫ്രഷർ. അതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. ദെൻ അതർ പെർക്സ് നോക്കുവാണെങ്കിൽ യൂണിഫോം അലവൻസ്. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 10K നിങ്ങൾക്ക് യൂണിഫോം അലവൻസസ് കിട്ടുന്നതാണ്. ദെൻ യു വിൽ ഗെറ്റ് ദ ഫെസ്റ്റിവൽ അലവൻസ്, അതുപോലെ തന്നെ LTC, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ എല്ലാം പ്രത്യേകതയാണ്. ദേ വിൽ ഗെറ്റ് CEA, അതായത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടും. HSSB വിച്ച് മീൻസ് ഹോസ്റ്റൽ അലവൻസ് ഓർ ഹോസ്റ്റൽ റെന്റ് അലവൻസ് കിട്ടും. ദെൻ മെഡിക്കൽ ഫെസിലിറ്റീസ് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് ദ ഡിപെൻഡന്റ് ഫാമിലീസ്. ഓക്കെ. ആൻഡ് ആഫ്റ്റർ സെലക്ഷൻ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ട് നിങ്ങൾ SSC CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വരുന്നത് ഒരു ട്രെയിനിങ് സെഷൻ ആണ്. നമുക്കറിയാം SSCയുടെ എക്സാമിനേഷൻ CGL പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. മെയിൻസ് എക്സാം കഴിയുന്നതോടുകൂടി പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ജസ്റ്റ് ക്വാളിഫൈങ് മാത്രമാണ്. ഫൈനൽ സെലക്ഷൻ അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് CGL മെയിൻസിന്റെ പരീക്ഷയുടെ മാർക്കാണ്. ഓക്കെ. സോ സെലക്ഷൻ ഫേസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 14 വീക്കിന്റെ ട്രെയിനിങ് ആണ്. അത് 2 ഫേസസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യം 12 വീക്സ്. ഓക്കെ. അതൊരു ഇൻഹൗസ് ട്രെയിനിങ് ആയിരിക്കും. ഫസ്റ്റ് 12 വീക്സ് നമ്മൾ ഫേസ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫേസ് 1 ട്രെയിനിങ് എന്ന് പറയുന്നത് ആദ്യത്തെ 12 ആഴ്ചയാണ്. അതൊരു ഇൻഹൗസ് ട്രെയിനിങ് ആണ്. അത് നടക്കുന്നത് അറ്റ് NACIM. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നാഷണൽ അക്കാഡമി ഓഫ് ഇൻകം ടാക്സസ്, നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ആൻഡ് നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. ആൻഡ് ഈ ഇൻഹൗസിൽ 12 വീക്കിലെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് മെയിൻലി ഉണ്ടാകുക ടാക്സേഷൻ സിസ്റ്റംസിനെ കുറിച്ചുള്ള സെഷൻസ്, അതുപോലെ തന്നെ അബൌട്ട് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദെൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതുപോലെ തന്നെ എക്സൈസിൽ ഇൻസ്പെക്ടറായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഓഫീസ് കൾച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മോസ്റ്റ്ലി തിയറിറ്റിക്കൽ ആയിരിക്കും സെഷൻസ് ഉണ്ടാകുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് 2 വരുന്നു. സോ ഫേസ് 1 12 വീക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് NACIM ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 2 വീക്സ് ട്രെയിനിങ്ങും കൂടെ വരും. അത് മെയിൻലി ഏതെങ്കിലും പോലീസ് പാരാമിലിറ്ററി അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും. അവിടെ മെയിൻലി നിങ്ങൾ ഹാൻഡ്ലിംഗ് ഓഫ് ആർംസ് ആയിരിക്കും പഠിക്കുക. അതായത് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ, യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗൺസ്, റൈഫിൾസ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ലൈക്ക് പ്രാക്ടീസ് സെഷൻസ് പോലെ ഗൺസ് എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ആർംസിന്റെ ഹാൻഡ്ലിംഗ് ആയിരിക്കും കംപ്ലീറ്റ്ലി നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ. ദെൻ വർക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് മെയിൻലി എ ഡെസ്ക് ജോബ്. കൂടുതലും നിങ്ങൾക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെസ്ക് ജോബ്, ക്ലറിക്കൽ ജോബ് തന്നെയായിരിക്കും വരിക. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പനീസ് എല്ലാം തന്നെ GST ഫയൽ ചെയ്യുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആണ് അതിൽ എന്താ പറയുക ഒത്തന്റിസിറ്റി ചെക്ക് ചെയ്യുന്നത്, എത്രത്തോളം അവർ ഫയൽ ചെയ്തത് ശരിയാണ്, അതിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് GST ഇൻസ്പെക്ടേഴ്സ് തന്നെയാണ്. വിച്ച് മീൻസ് GST ഇൻസ്പെക്ടർ തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ദെൻ റിപ്പോർട്ട് ഓഫ് കേസസ്, അടുത്ത എന്തെങ്കിലും കേസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതും അതിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും എല്ലാം എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആണ്, ഏതെങ്കിലും കമ്പനി ഫ്രോഡ് കേസസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ. ദെൻ അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ, ഒബ്വിയസ്ലി ദിസ് ഇസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ.
അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് റോളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് CBI ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ ഓഡിറ്റ് വർക്ക് ലൈഫ് ഇവർക്ക് കുറച്ചുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി ഓഡിറ്റിംഗ് ആണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ വൺ ഓഫ് ദി പ്രൈമറി ജോബ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ, along with the desk job at times ഫീൽഡ് വർക്കും വരാറുണ്ട്. ലൈക്ക് റെയ്ഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് ഓൺ കംപ്ലൈൻസിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്നതും അതിനായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർ റിഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നത് GST ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് തന്നെയായിരിക്കും. അറ്റ് ടൈംസ് വളരെ റെയർ ആയിട്ട് പോർട്ട് അല്ലെങ്കിൽ എയർപോർട്ട് പോസ്റ്റിങ്ങും എക്സൈസ് ഇൻസ്പെക്ടേഴ്സിന് കിട്ടാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഫസ്റ്റ് പ്രൊമോഷൻ തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടേഴ്സിനുള്ളത്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒരു എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ, ദെൻ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് അടുത്ത പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഹയർ ഹയറാർക്കി ഓർഡറിൽ പറയുകയാണെങ്കിൽ ജോയിന്റ് കമ്മീഷണർ ആൻഡ് ദ ലാസ്റ്റ് ഇസ് ദ കമ്മീഷണർ. എനിവേസ് ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ വരെ ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഫോർ എൻ എക്സൈസ് ഇൻസ്പെക്ടർ, CGL ത്രൂ കയറുന്ന ഒരു എക്സൈസ് ഇൻസ്പെക്ടർക്ക്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ ഒരു ജോബ് റോളിന്റെ? ഒബ്വിയസ്ലി ആസ് എ യൂണിഫോം പോസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഒരു റെപ്യൂട്ടേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവും. ലൈക്ക് നിങ്ങളൊരു യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് എ 3 star ഓൺ യുവർ ഷോൾഡർ. സോ അതിന്റെ ഒരു റെപ്യൂട്ടേഷനും ഡിഗ്നിറ്റിയും യു വിൽ ഗെറ്റ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജോബ് ആഫ്റ്റർ റിട്ടയർമെന്റ്. ഈവൻ നിങ്ങൾ റിട്ടയർമെന്റ് ആയാലും നിങ്ങൾക്ക് ആ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും എവിടെയാണെങ്കിലും. ഈവൻ യു നോ ദാറ്റ് GST ഫയലിംഗ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനീസിൽ ഇൻക്ലൂഡഡ് ലൈക്ക് കോർപ്പറേറ്റ് കമ്പനീസിലെല്ലാം തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയുണ്ട്. ഓക്കെ, ദെൻ ഡൈവേഴ്സിറ്റി ഓഫ് വർക്ക്. ഇറ്റ്സ് ലൈക്ക് എ ബോറിംഗ് വർക്ക് അല്ല. കാരണം ഡെസ്ക് ജോബിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫീൽഡ് വർക്കും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ടാവും നിങ്ങളുടെ ജോബില്. ഡിഫറെന്റ് എൻവയോൺമെന്റ്സ് നിങ്ങൾ കാണും, അതുപോലെ ഡിഫറെന്റ് കേസസ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പൊ സോ ഓരോ കേസും ഓരോ ഡിഫറെന്റ് എക്സ്പെരിമെന്റ് ആണ്, ഓരോ കേസിനും അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജീസും ഡിഫറെന്റ് തന്നെയാണ്. സോ ഒരു സ്റ്റേബിൾ ആയിട്ട് കോൺസ്റ്റന്റ്ലി ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ ആയിരിക്കില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ എന്നൊരു ഡ്രീം കാണുന്നുണ്ടെങ്കിൽ CGL ത്രൂ പഠിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ നോക്കുക. ഓക്കെ, സോ നമ്മുടെ എൻട്രിയിലാണെങ്കിൽ CGLന്റെ ബാച്ചസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ അറ്റ് ദിസ് നമ്പർ. നമ്മുടെ അക്കാഡമിക് എക്സ്പേർട്ടിന്റെ നമ്പറാണ്. ഈ നമ്പറിൽ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ CGL എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ആൻഡ് SSCയിൽ എൻട്രി SSC CGL ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിനെ കുറിച്ച് അറിയാനും ബാച്ചിന്റെ ഫീസ് ഡീറ്റെയിൽസ്, എസ്പെഷ്യലി CGL Super 30 ബാച്ചസ് ഒക്കെ നമുക്കിപ്പോൾ റണ്ണിങ് ആണ്. വിച്ച് മീൻസ് 30 പേരെ ആ ഒരു ബാച്ചിലുള്ളൂ. എൻട്രി ചെയ്ത് എയിം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 30 പേരെയും സെലക്ഷനിൽ എത്തിക്കുക എന്നൊരു എയിമിലാണ് Super 30 ബാച്ചസ് എല്ലാം തന്നെ റൺ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു 30 ആളുകളെയും സെലക്ഷനിൽ എത്തിക്കുക എന്നൊരു മോട്ടീവ് വെച്ചിട്ടാണ്. സോ അതുപോലെ തന്നെ ഹൈലി അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മെന്റർഷിപ്പ് അസിസ്റ്റൻസും ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് എൻട്രിയിലെ ഗോൾഡ് ബാച്ചുകളെല്ലാം തന്നെ മൂവ് ഓൺ ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങളൊരു 3 months പ്ലാനാണ് എൻട്രിയോടൊപ്പം ചൂസ് ചെയ്യുന്നതെങ്കിൽ Day 1 to Day 90 നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ചെയ്യേണ്ട എക്സാമുകൾ ഇതെല്ലാം ആപ്പിൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ചെയ്ത് വരുന്നതാണ്. സോ യു ആർ ഗോയിങ് അപ്പ് വിത്ത് പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ റൈറ്റ് വിത്ത് എൻട്രി. സോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ അറ്റ് ദിസ് നമ്പർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഇൻഡിവിജ്വൽ സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അവെയിൽ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഓഫേഴ്സിലെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ തന്നെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് കോൾ അറ്റ് ദിസ് നമ്പർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, CGL ഫോം. അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിട്ട് നിങ്ങളെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തോളും. ഓക്കെ, സോ ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.